നമുക്ക് കോടികൾ വിലയുണ്ടായിരിക്കാം, അല്ലെ? നമുക്ക് 10 കോടിയും 5 കോടിയും 100 കോടിയും ഒക്കെ നമുക്ക് വിലയുള്ളതാണ്. പക്ഷെ പൗലോസ് പറഞ്ഞു ഇതെല്ലാം ചപ്പാണ്, ഇതെല്ലാം ചവറാണ്. അപ്പൊ ഇന്നത്തെ ആത്മീക ഓളം ഈ കോടികൾക്ക് വേണ്ടി ഓടി നടക്കുകയാണ്. പക്ഷെ അന്ന് അപ്പോസ്തലനായ പൗലോസ് വെളിപ്പാട് പ്രാപിക്കാൻ ഓടി നടക്കുകയായിരുന്നു. ഇന്നത്തെ ആത്മീക കോളം കോടികൾ നേടിയെടുക്കുവാൻ ഓടി നടക്കുന്നു. പേരിന് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി, ഡിഗ്രികൾക്ക് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, അധികാരങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്നു, അല്ലെ? ഇന്നത്തെ ആത്മീക കോളം ഓടി നടക്കുന്നത് എങ്ങോട്ടാണ്? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടിയാ, പക്ഷെ ലോകപരമായ കാര്യത്തിന് വേണ്ടിയാ. അപ്പൊ അവരെ പൗലോസ് ഓടിയത് എന്തിനു വേണ്ടിയാ? വല്ല വിധേനയും പിടിക്കാമോ നേടാമോ എന്ന് വിചാരിച്ച് ഞാൻ പോരാടിക്കൊണ്ട് അധ്വാനിക്കുകയാണ്. പൗലോസ് പറഞ്ഞു, നല്ല പോർ പൊരുതുന്നു, ഓട്ടം തികയ്ക്കുന്നു, വിശ്വാസത്തെ കാക്കുന്നു. അപ്പോൾ എന്തിനു വേണ്ടിയാണ് പൗലോസ് അത് നേടാമോ എന്ന് വിചാരിച്ച്, അത് പ്രാപിക്കാമോ എന്ന് വിചാരിച്ച്, ലഭിച്ച വെളിപ്പാടിനെ പ്രാപിക്കേണ്ടതിനുള്ള ഓട്ടമായിരുന്നു പൗലോസിന്റെ ഓട്ടം. ആ ഓട്ടത്തിന്റെ പ്രത്യേകത എന്താ? 13 ലേഖനത്തിലും വ്യക്തമായിട്ട് പൗലോസിന്റെ മനസ്സ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്, അല്ലെ? വിശുദ്ധിയുടെ പ്രമാണം പഠിപ്പിച്ച്, അല്ലെ, വിശ്വാസികൾക്ക് മാതൃകയായിക്കൊണ്ട് ഒരു അമ്മ തന്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ ആർദ്രതയുള്ളവനായിട്ട്, ദൈവസഭയ്ക്ക് മാതൃകയുള്ളവനായിട്ട് മുന്നോട്ട് പോയ പൗലോസ് ലോകത്തിൽ സകലതും ചപ്പ് ചവറ് എന്ന് കാണുവാനുള്ള ഒരു കാഴ്ചപ്പാട് തനിക്ക് വന്നത് ക്രിസ്തുവിനെ വെളിപ്പെട്ട് കിട്ടിയതിനു ശേഷമാണ്, അല്ലെ? അപ്പൊ ഇന്നത്തെ ആത്മീയ കോളം ലോകത്തിന് വേണ്ടി ഓടുമ്പോൾ, ഭൗതിക നന്മയ്ക്ക് വേണ്ടി ഓടുമ്പോൾ, സാമ്പത്തിക നന്മയ്ക്ക് വേണ്ടി ഓടുമ്പോൾ, കസാരകൾക്ക് വേണ്ടി, അധികാരങ്ങൾക്ക് വേണ്ടി ഓടുമ്പോൾ, യഥാർത്ഥമായ വെളിപ്പാട് ലഭിച്ച ഭക്തനായ പൗലോസ് ഓടുന്നത് വെളിപ്പെട്ട് കിട്ടിയ ആ വെളിപ്പാടിനെ പ്രാപിച്ചെടുക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ്. പ്രൈസലോ. അപ്പോൾ വെളിപ്പാടിനെ പ്രാപിക്കേണ്ടതിന് ഓടിയ ഓട്ടത്തിനൊരു മാറ്റമുണ്ട്. അതാണ് ആത്മീകമായ ഓട്ടം എന്ന് പറയുന്നത്, അല്ലെ? വെളിപ്പാട് പ്രാപിക്കാനുള്ള, അല്ലെങ്കിൽ ദൈവികമായ വാഗ്ദത്തം പ്രാപിക്കാനുള്ള, ആ സ്വർഗീയ അനുഗ്രഹം പ്രാപിക്കാനുള്ള ഓട്ടത്തിനും ലൗകികമായ നന്മകൾ പ്രാപിക്കാനുള്ള ഓട്ടത്തിനും തമ്മിൽ വ്യത്യാസമുണ്ട്, അല്ലെ? പൗലോസിന്റെ ലേഖനങ്ങളിൽ പൗലോസിന്റെ മനസ്സ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പൗലോസ് തന്നെ ലേഖനത്തിൽ പഠിപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിന് ഉള്ളവൻ അല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല, ആത്മസ്വഭാവമുള്ളവർക്കേ കഴിയത്തുള്ളൂ. അപ്പോൾ വെളിപ്പാട് പ്രാപിക്കാൻ ഓടുന്നവന്റെ സ്വഭാവം എങ്ങനെയായിരിക്കും? ആത്മീക സ്വഭാവമായിരിക്കും, അല്ലെ? വെളിപ്പാട് പ്രാപിക്കാൻ വേണ്ടി ഓടുന്ന, ഏൽപ്പിച്ച കാര്യത്തിൽ വിശ്വസ്തയോടെ ശുശ്രൂഷയിൽ മുന്നോട്ട് പോകുന്നവരുടെ ആ ജീവിത ശൈലികൾക്ക് ഒരു മാറ്റമുണ്ടായിരിക്കും, അല്ലെ? സ്വഭാവത്തിന് ഒരു മാറ്റമുണ്ടായിരിക്കും. വളർന്ന് വന്നതിന്റെ അടയാളം അതാണ്. പ്രൈസലോ. അപ്പോൾ സ്വർഗത്തിലെ നന്മകൾ പ്രാപിക്കാനുള്ള ഓട്ടത്തിന്റെ പ്രത്യേകത എന്താണ്? അത് പ്രാപിക്കാനുള്ള ഓട്ടത്തിൽ ലക്ഷ്യബോധത്തോടെ ഓടുവാനിടയായി തീരും. ആ ലക്ഷ്യം എന്താ? എങ്ങനെയെങ്കിലും ആ ക്രിസ്തുവിനെ ഒന്ന് നേടണം, മരണത്തിൽ നിന്നും പുനരുത്ഥാനം പ്രാപിക്കണം, ശിക്ഷാവിധിയിൽ നിന്നും മോചനം പ്രാപിക്കണം. പ്രൈസലോ. അതുകൊണ്ട് ന്യായവിധി സമയത്ത് പ്രതിഫലം പ്രാപിക്കണം എന്നുള്ള ആഗ്രഹത്തോടെയുള്ള ഓട്ടം. ആ ഓട്ടത്തിന്റെ പ്രത്യേകത എന്താ? മുറുകെ പിടിക്കുന്ന പാപവും, അല്ലെ? മുറുകെ പറ്റുന്ന പാപവും സകല ഭാരവും വിട്ടുള്ള ഓട്ടം. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, അല്ലെ? സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ടിട്ടുള്ള ഓട്ടം.